ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. HSM ഹൈദരലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് പരീക്ഷ നേരിടുന്ന വിദ്യാർത്ഥികളെ, നമ്മുടെ പരീക്ഷയിൽ 50% ചോദ്യങ്ങൾ വരുന്നത് റമളാനും നോമ്പുകളും എന്ന പുസ്തകത്തെ അവലംബമാക്കിയാണ്. ആ പുസ്തകത്തിന്റെ 24 മുതൽ 29 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 25 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം 1. വർഷം മുഴുവനും നോമ്പെടുത്താലും പരിഹാരമാവുകയില്ല, എന്തിന്? ആൻസർ: കാരണമില്ലാതെ റമളാനിലെ ഒരു നോമ്പ് ഒഴിവാക്കിയാൽ. ചോദ്യം 2. റമളാന് മക്കയിൽ ലഭിക്കുന്ന പ്രതിഫലം എന്ത്? ആൻസർ: മക്ക അല്ലാത്തിടത്തെ 1,00,000 റമളാനിന്റെ പ്രതിഫലം. ചോദ്യം 3. ആകാശഭൂമിക്കിടയിൽ തടയപ്പെടുന്ന റമളാനിലെ അമലുകൾ ഉയർത്തപ്പെടാൻ എന്തു ചെയ്യണം? ആൻസർ: ഫിത്തുർ സക്കാത്ത് കൊടുക്കണം. ചോദ്യം 4. ഉറക്കം ഇബാദത്താണ് ആരുടെ? ആൻസർ: നോമ്പുകാരന്റെ. ചോദ്യം 5. അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് ആരെ? ആൻസർ: വേഗത്തിൽ നോമ്പ് തുറക്കുന്നവരെ. ചോദ്യം 6. സ്വർഗത്തിൽ ഹൂറുൽ ഈങ്ങൾ വെളിപ്പെടും എപ്പോൾ? ആൻസർ: റമളാൻ ആയാൽ. ചോദ്യം 7. റമളാനിന്റെ ഓരോ രാത്രിയിലും എത്ര ആളുകൾക്ക് നരകമോചനം ലഭിക്കും? ആൻസർ: 70,000 ആളുകൾക്ക്. ചോദ്യം 8. റമളാനിലെ അവസാന രാത്രിയിൽ എത്ര ആളുകൾക്ക് നരകമോചനം ലഭിക്കും? ആൻസർ: റമളാനിൽ അതുവരെ നരകമോചനം ലഭിച്ച അത്രയും ആളുകളുടെ എണ്ണം ആളുകൾക്ക്. ചോദ്യം 9. റമളാനിൽ പാപമോചനം ലഭിക്കും ആർക്ക്? ആൻസർ: അള്ളാഹുവിനെ സ്മരിക്കുന്നവന്, ദാക്കിരീങ്ങൾക്ക്. ചോദ്യം 10. മദീനയിൽ ഒരു റമളാൻ ലഭിച്ചാലുള്ള പ്രതിഫലം എന്ത്? ആൻസർ: മറ്റു നാടുകളിലെ 1000 റമളാൻ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം. ചോദ്യം 11. 2 ഹജ്ജിനും ഉംറയ്ക്കും തുല്യമാണ് എന്ത്? ആൻസർ: റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ്. ചോദ്യം 12. മൗനം തസ്ബീഹാണ് ആരുടെ? ആൻസർ: നോമ്പുകാരന്റെ. ചോദ്യം 13. റമളാൻ നോമ്പ് നിർബന്ധമാകും എപ്പോൾ? ആൻസർ: 3 കാര്യങ്ങൾ കൊണ്ട്. 1. നേരിട്ട് മാസം കാണൽ കൊണ്ട്. 2. അല്ലെങ്കിൽ മാസം കണ്ടെന്ന് സ്ഥിരപ്പെടൽ കൊണ്ട്. 3. അല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയാകൽ കൊണ്ട്. ചോദ്യം 14. മാസപ്പിറവി കാണാത്ത നാട്ടിൽ നിന്നും പിറ കണ്ട നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? ആൻസർ: അവരോടൊപ്പം നോമ്പ് നോൽക്കണം. ചോദ്യം 15. മാസപ്പിറവി കണ്ട നാട്ടിൽ നിന്നും പിറ കാണാത്ത നാട്ടിലേക്ക് യാത്ര ചെയ്താൽ എന്ത് ചെയ്യണം? ആൻസർ: നോമ്പ് പൂർത്തിയാക്കണം. പിറ കണ്ട നാടാവുമ്പോൾ നോമ്പ് പിടിച്ചാണ് വരുന്നത്, ആ നോമ്പിനെ പൂർത്തിയാക്കണം. ചോദ്യം 16. റമളാൻ 30 നോമ്പുകാരനായി യാത്ര ചെയ്യുന്നവൻ ശവ്വാലിന്റെ പിറ കണ്ട, അതായത് പെരുന്നാൾ ആഘോഷിക്കുന്ന നാട്ടിലെത്തിയാൽ എന്തു ചെയ്യും? ആൻസർ: പെരുന്നാൾ ആഘോഷിക്കണം. നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. കാരണം അയാൾക്ക് 29 നോമ്പ് കിട്ടിയിട്ടുണ്ട്. 30ാമത്തെ നോമ്പിന്റെ അന്നാണ് അയാൾ പിറ കണ്ട നാട്ടിലെത്തുന്നത്. അതുകൊണ്ട് അയാൾ ഖളാ വീട്ടേണ്ടതില്ല. ചോദ്യം 17. ശവ്വാൽ പിറ കണ്ട നാട്ടിൽ നിന്നും യാത്ര പോരുന്നയാൾ ശവ്വാൽ പിറ കാണാത്ത നാട്ടിലെത്തിയാൽ എന്തു ചെയ്യണം? പെരുന്നാൾ കൂടുന്ന നാട്ടിൽ നിന്നും പെരുന്നാൾ ആകാത്ത നാട്ടിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യത്തിന്റെ ചുരുക്കം. ആൻസർ: നോമ്പുകാരനെ പോലെ കഴിയണം. അവിടെ പെരുന്നാൾ ആയിട്ടില്ല, അവിടെ നോമ്പാണ്. അതുകൊണ്ട് നോമ്പുകാരനെ പോലെ കഴിയണം. ചോദ്യം 18. 30 നോമ്പ് പൂർത്തിയാക്കിയ ആൾ
മറ്റൊരു നാട്ടിൽ ചെന്നപ്പോൾ പിറ്റേ ദിവസവും അവിടെ നോമ്പാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ നോമ്പ് പിടിക്കണം. ആൻസർ, അയാൾ നോമ്പ് പിടിക്കണം. അയാൾക്ക് 31 നോമ്പാകും, എങ്കിലും അയാൾ നോമ്പ് പിടിക്കണം. ചോദ്യം 19. നാട്ടിൽ 28-ാം നോമ്പിന് ഗൾഫിലേക്ക് പോയപ്പോൾ അവിടെ പിറ്റേ ദിവസം പെരുന്നാൾ ആണെങ്കിൽ ഇയാൾ എന്തു ചെയ്യണം? ആൻസർ, പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുകയും ഒരു നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യണം. കാരണം ഇയാൾക്ക് 28 നോമ്പേ കിട്ടിയിട്ടുള്ളൂ. ഒരു നോമ്പ് കൂടി പിടിച്ച് 29 ആക്കണം. ചോദ്യം 20. മാസപ്പിറവി കണ്ടാൽ ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഏത്? സൂറത്തുൽ മുൽക്ക്. ആൻസർ, സൂറത്തുൽ മുൽക്ക്. അതിന്റെ മറ്റൊരു പേര് തബാറക്ക. ചോദ്യം 21. ആശംസകൾ അർപ്പിക്കലും അതിനു മറുപടി പറയലും അന്യരല്ലാത്ത സ്ത്രീ പുരുഷന്മാർ കൈ കൊടുക്കലും സുന്നത്താണ് ഏതെല്ലാം കാര്യങ്ങൾക്ക്? പുതുവർഷം, പുതുമാസം, പെരുന്നാൾ, ഇതിന്റെ എല്ലാം സുദിനങ്ങളിൽ. ചോദ്യം 22. ഒരു ചന്ദ്രമാസത്തിൽ എത്ര ദിവസമുണ്ടാകും? ആൻസർ, 29 അല്ലെങ്കിൽ 30. ചോദ്യം 23. മാസം 29ന്റെ അന്ന് മാസപ്പിറവി നോക്കുന്നതിന്റെ വിധി എന്ത്? ആൻസർ, ഫർള് കിഫായ. ചോദ്യം 24. ശാസ്ത്രീയമായി കണക്കുകൂട്ടി മാസമായെന്ന് തീരുമാനിച്ചാൽ ശരിയാകുമോ? ആൻസർ, ഇല്ല. ചോദ്യം 25. ദൂരദർശിനി, കണ്ണട പോലെയുള്ളതുകൊണ്ട് മാസപ്പിറവി കണ്ടാൽ പരിഗണിക്കുമോ? ഇല്ല. നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണണം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ പേജുകളിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഇതെല്ലാം പഠിക്കുവാനും മനസ്സിൽ ഇരുത്തുവാനും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല നിലയിൽ അത് എഴുതുവാനും നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷ എല്ലാവർക്കും എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.